നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടയെറിഞ്ഞ കേസിൽ ലോക്കാണ്, ആളെ വിടുകേറ്റി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ വിജയന് ED സമൻസ് അയച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകളാണ്. ചില ട്രോളന്മാരുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പിണറായി വിജയനെയും വീണയെയും വലിച്ചു കീറുന്ന പരിഹാസ പോസ്റ്റുകൾ. വെള്ളിയാഴ്ച ഹാജരാകാനാണ് വീണയ്ക്ക് ED നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടിയാണ് സോഷ്യൽ മീഡിയ കത്തിക്കയറുന്ന ചില ചിത്രങ്ങളും പരിഹാസ കമന്റുകളും പോസ്റ്റുകളും കുറിപ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് വീണ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ചധികം CPM പ്രവർത്തകർ ബലിയാടുകളായല്ലോ. അതുപോലെ ഇക്കുറി വീണ്ടും സഖാക്കന്മാർ ഇറങ്ങുമോ, അന്തം കമ്മികൾ വീണയ്ക്ക് സുരക്ഷയൊരുക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചില ട്രോളുകൾ പടച്ചുവിടുന്നത്. അതായത് വീണ CPMകാരെ നോക്കി ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, വെള്ളിയാഴ്ച എനിക്ക് ചോദ്യം ചെയ്യലിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് അവർ തിരിച്ചു മറുപടി കൊടുക്കുന്നത്, ആളെ വിടിയേച്ചി, നമ്മൾ അല്ലേ തന്നെ ലോക്കായി കിടക്കുകയാണ്, എപ്പോഴാണെന്നറിയില്ല തീഹാറിലേക്ക് എടുത്ത് ഇടുന്നത് എന്നൊക്കെയാണ് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ CPMകാരെ കയറി ചൊറിഞ്ഞുകൊണ്ടൊരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തേക്കുള്ള ഇഷ്ടിക വന്നോ സഖാക്കളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു കുറിപ്പ്. ഇതിന് താഴെ എല്ലാം കമ്മികളെയും അന്തം കമ്മികളെയും വലിച്ചു കീറുന്ന കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നാണം കെടുകയാണ്. അതായത് അന്ന് പിണറായി വിജയനെയും മകളെയും രക്ഷിക്കുന്നതിന് വേണ്ടി വീട്ടുപടിക്കൽ പോയി മുദ്രാവാക്യം വിളിക്കുകയും കല്ലും കമ്പും കട്ടയും ഒക്കെ എടുത്തെറിഞ്ഞ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ വലിയ ഹീറോയിസം കാണിച്ചു എന്നുള്ള ഒരു മട്ടായിരുന്നു, ഭാവമായിരുന്നു ഈ അന്തം കമ്മികൾക്കുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞാണ് പണി പാളി എന്നിവർക്ക് മനസ്സിലാകുന്നത്. പോലീസുകാർ കട്ടയ്ക്ക് അങ്ങോട്ട് നിന്നിട്ട് പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടാണല്ലോ ഇറങ്ങി വാടാ തൊരപ്പന്മാരെ എന്ന് വിളിച്ചത്. ഇവന്മാരെയും കൊണ്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് 2 IPS ഉദ്യോഗസ്ഥർ ആ പാർട്ടി ആഫീസിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ച് നിന്നതോടെ നേതാക്കന്മാർക്കും കാര്യം മനസ്സിലായി, ഇത് പണിയാണെന്ന്. പാർട്ടി ഓഫീസിൽ കയറിയ നാണക്കേടാ. അതുകൊണ്ട് പോലീസിനോട് രഹസ്യമായി പറഞ്ഞു, ഞങ്ങൾ പ്രതികളെ പുറത്തേക്ക് ഇറക്കിത്തരാൻ, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ. അങ്ങനെ വീണയ്ക്ക് വേണ്ടി തല്ലുകൊള്ളാൻ പോയവരെ കാലുവാരിയ ഒരു ചരിത്രമാണ് CPMനുള്ളത്. ഇതോടുകൂടി ഇപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, വെള്ളിയാഴ്ചത്തെ കാര്യം എങ്ങനെയാണ്? കമ്പും കല്ലും വടിവാളും ഒക്കെ സെറ്റാക്കിയോ? ഇഷ്ടിക ഇറക്കിയോ? AKG സെന്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അടപടലം വീണ വിഷയത്തിൽ നാണം കെടുകയാണ് CPMകാർ. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നേ വേട്ടയാടിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് പോയി ആക്രമണം നടത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല. അകത്ത് കിടക്കുന്നവന്മാരുടെ വീടിന്റെ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. പക്ഷേ പിണറായി വിജയനും മകളും ഇപ്പോഴും സുഖലോലുപതയിൽ ഇങ്ങനെ കഴിയുകയാണ്. പക്ഷേ വെള്ളിയാഴ്ച വരെ ആ സുഖലോലുപത ഉണ്ടാകൂ എന്നാണ് ഏകദേശം വ്യക്തമാകുന്നത്. വീണ വിജയനെതിരെ ചില തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്, മടിയിൽ കനമില്ല, ഒന്നും ഭയക്കാനില്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ CMRL എന്ന കമ്പനിയെ മുൻനിർത്തിക്കൊണ്ട് കോടതികളിൽ ഇങ്ങനെ ഹർജികൾ ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്? ED അന്വേഷണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതി അടിച്ചു ഓടിക്കുകയായിരുന്നു CMRLനെ. പിന്നീട് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് EDക്ക് കൈമാറരുതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഹർജി കൊടുത്തു. കൊച്ചിയിലെ കോടതി അവിടെ നിന്നും അടിച്ചോടിച്ചു. ഇങ്ങനെ നിരന്തരം കോടതികൾ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതികൾക്കും ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണത്തിന് സ്വതന്ത്രമായ അന്വേഷണത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അന്തം കമ്മികളിൽ ചിലർ വിശ്വസിക്കുന്നത് പിണറായി വിജയനെയാണ് ED വേട്ടയാടുന്നത് എന്നാണ്. പിണറായി വിജയന്റെ നാവിൻ തുമ്പിൽ നിന്ന് വരെ വന്നു മകളെയാണ് ചോദ്യം ചെയ്യാൻ വന്നതെന്ന്. പൊട്ടന്മാരായത് ആരാണ്? അകത്ത് കിടക്കുന്ന അന്തം കമ്മികൾ. 10-25 എണ്ണമാണ് അകത്ത് കിടക്കുന്നത്. അതുകൂടാതെ കേരള പോലീസ് വേറൊരു കേസും കൂടി എടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ അമ്മമാരെ ആയിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിജയനും മകളും കാരണം പണി കിട്ടിയത് CPM പ്രവർത്തകർക്കാണ്. ഇപ്പോൾ പാർട്ടിയും കൈവിട്ടിരിക്കുകയാണ്. മുൻപ് മുതിർന്ന നേതാക്കളിൽ കുറെ പേർ പിണറായി വിജയനെയും മകളെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഞങ്ങൾ നേരിടുമെട എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും ഒക്കെ വന്ന വഴി ഓടിയിട്ടുണ്ട്. കാരണം പണി പാളി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ചൊറിയാൻ ചെന്നു കഴിഞ്ഞാൽ കേന്ദ്ര സേനയുമായിട്ടാണ് ചോദ്യം ചെയ്യലിന് വരുന്നത്. ഇപ്പോൾ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു വരുത്തിയാണ് വീണയുടെ ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ച. പക്ഷേ അപ്പോഴും അവിടെ കേന്ദ്ര സേനയുടെ സുരക്ഷാ വലയമുണ്ട്. ഇഷ്ടികയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല, വെടിവെക്കും. ഇതാണ് അവസ്ഥ. വെറുതെ വീണയ്ക്ക് വേണ്ടി പോയി പിന്നാമ്പുറത്ത് ഗുണ്ട് കയറേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇല്ല എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. ഞങ്ങൾ പോകില്ല എന്ന്. ഇത് മാത്രമല്ല,
പിണറായി വിജയനെയും മകളെയും താങ്ങിയ ബ്രിട്ടാസ് ഉൾപ്പെടെ ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുകയാണ്. വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പാർട്ടി പ്രതിരോധത്തിനില്ല എന്ന് വെടിപ്പായി പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടാസ്. വീണയുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. മുൻപ് റെയ്ഡിനെത്തിയ ED സംഘത്തെ ആക്രമിച്ച് പ്രതിരോധം തീർത്ത CPM പുതിയ സാഹചര്യത്തിൽ വീണയെ കൈവിട്ടിരിക്കുന്നു. വീണയെ കൈവിടുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് നേതാക്കന്മാരുടെ ഓരോ പ്രതികരണങ്ങളും. തൻ്റെ ഭാഗത്തെ എല്ലാ വിവരങ്ങളും SFIOയോടക്കം വീണ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് ബ്രിട്ടാസ് പ്രതികരിച്ചു. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്നാണ് ബ്രിട്ടാസ് ആവശ്യപ്പെടുന്നത്. അതായത് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ കർത്തയുടെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിയ 2 പേരുണ്ട്, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും. ഇവരിലേക്കും അന്വേഷണം പോകണം എന്നാണ് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ വാങ്ങിയ തുക വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങി എന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ് എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കണേ, ഒരു സേവനവും കൊടുക്കാതെ വീണയ്ക്ക് വെറുതെ അങ്ങ് കർത്ത കാശ് കൊടുത്തു. കർത്തയ്ക്ക് തലയ്ക്ക് ഓളമാണല്ലോ, അതുകൊണ്ടായിരിക്കും വെറുതെ അങ്ങ് കൊടുത്തത്. ഇവിടെ കർത്തയ്ക്ക് കൃത്യമായ സേവനം കിട്ടിയിട്ടുണ്ട്. കരിമണൽ കുഴിച്ചെടുക്കുന്നതിന്, ഖനനം ചെയ്യുന്നതിന് അതിന് അനുമതി കൊടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയനുള്ള മാസപ്പടിയാണ് മകളുടെ അക്കൗണ്ട് വഴി എത്തിയത്. അത് പറയാൻ പക്ഷേ ബ്രിട്ടാസിനും കൂടെയുള്ള നേതാക്കന്മാർക്കും നാവ് പൊന്തുന്നില്ല. പിണറായി വിജയനെ ഇപ്പോഴും ഭയമാണല്ലോ. എന്തായാലും ബ്രിട്ടാസ് പറയുകയാണ് ഇനി ഞങ്ങൾ പ്രതിരോധം തീർക്കാൻ പോകില്ല എന്നാണ്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ബ്രിട്ടാസിന്റെ MP സ്ഥാനം ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പ്രവർത്തകരാണ് എന്ന് പിന്നീടങ്ങ് വരുത്തി തീർത്തല്ലോ. അതായത് ഈ നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയാണ് പ്രവർത്തകരെ ലഹളക്കിറക്കി വിട്ടത്. പക്ഷേ ഒടുക്കം എല്ലാം പ്രവർത്തകരുടെ തലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പോലും ഞാൻ പറഞ്ഞോ നിന്നോടൊക്കെ EDയെ ആക്രമിക്കാൻ എന്നുള്ള മട്ടിലായിപ്പോയി. അതായത് ED പക്ഷേ ഘടിപ്പിച്ചു. ആക്രമണം നടത്തിയതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രവർത്തകർ മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കന്മാരെ ഉൾപ്പെടെ തൂക്കിയെടുക്കണമെന്നാണ് ED പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് അവിടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ജോൺ ബ്രിട്ടാസും കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടിയും ഒക്കെയാണ്. ഇവരെയൊക്കെ തൂക്കിയെടുക്കുന്ന നീക്കത്തിലേക്ക് കടന്നാൽ കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ചതിന് ഗൂഢാലോചന നടത്തിയതിൽ ബ്രിട്ടാസ് ഒക്കെ അകത്തായി കഴിഞ്ഞാൽ MP സ്ഥാനം വരെ കീറിപ്പോകും. അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ EDയെ ആക്രമിക്കാനോ കൈകാര്യം ചെയ്യാനോ ഇല്ല എന്ന് പറഞ്ഞ് ബ്രിട്ടാസ് ഓടിയത്. ED സമൻസ് നിയമപരമായി നേരിടാനുള്ള പ്രാപ്തി സമൻസ് ലഭിച്ച വ്യക്തിക്കുണ്ട്. CPM അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് NN കൃഷ്ണദാസ് പ്രതികരിച്ചിരിക്കുന്നത്. സമാന നിലപാടിലേക്കാണ് CPMന്റെ മറ്റ് നേതാക്കളും ഇപ്പോൾ പോകുന്നത്. നേരത്തെ EDക്കെതിരെ ആക്രമണം നടത്തി SFI പ്രവർത്തകരടക്കം ഇപ്പോൾ ജയിലിലാണ്. പുതിയ സാഹചര്യത്തിൽ വീണയുടെ കാര്യം വീണ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലേക്ക് നേതാക്കന്മാർ എത്തുമ്പോൾ ഞങ്ങൾക്ക് കേസും പുക്കാറുമായി അകത്ത് കിടക്കാൻ വയ്യ എന്നാണ് നേതാക്കന്മാരുടെ നിലപാട്. ഇത് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കന്മാർ നിർദ്ദേശവും കൊടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച വീണയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. വീണയെ ചോദ്യം ചെയ്യാനാണ് ED എത്തുന്നത് എന്നും കൃത്യമായി വെടിപ്പായി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. കാത്തിരുന്ന് കാണണം എന്താണ് വെള്ളിയാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. വീണ തനിയെ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പോയിരുന്നാൽ പലതും അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരും. വീണയ്ക്കൊപ്പം 8 പേരെ കൂടിയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. അത് CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ്. അച്ഛനൊപ്പം ഇല്ലാതെ വീണയ്ക്ക് എങ്ങനെ ചോദ്യം ചെയ്യലിന് പോയി ഇരിക്കാൻ കഴിയും? അവർ വെള്ളം കുടിക്കും. കാരണം അത്ര വലിയ കുരുട്ട് ബുദ്ധിയൊന്നും ഉള്ള ആളല്ല. പിണറായി വിജയൻ്റെ അത്ര കഴിവ് കുരുട്ട് ബുദ്ധിയൊന്നും വീണ വിജയനില്ല. 2 തട്ട് തട്ടുമ്പോൾ തന്നെ വീണയുടെ വായിൽ നിന്ന് ചിലതൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരൊക്കെ പറയുന്നത് വീണ പഠിച്ച കള്ളിയാണെന്നാണ്. ഇക്കാലം അത്രയും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അവരെവിടെയും പ്രതികരിച്ചിട്ടില്ലല്ലോ. അത് ധൈര്യമില്ലാഞ്ഞിട്ടല്ല, ചില കണക്കുകൂട്ടലുകളാണ് എന്നുള്ള ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച അത്ര നല്ല ദിവസമല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വച്ച് വീണയെ ചോദ്യം ചെയ്തപ്പോൾ ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് വീണയോട് ഇനി ചോദിക്കാനിരിക്കുന്നത്. ഇതിനിടയിൽ വീണയുടെ സ്ഥിരം തലവേദനയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട്, മാത്യു കുഴൽനാടൻ. കുഴൽനാടൻ ഇപ്പോൾ വീണ്ടും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന് പിന്നാലെയാണ് കുഴൽനാടൻ്റെയും എൻട്രി. പുറത്തു വരാൻ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്നാണ് കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതിപട്ടികയിൽ വരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സേവനമൊന്നും നൽകാതെ വീണ പണം കൈപ്പറ്റി. എന്തിനു വേണ്ടിയാണ് ആ പണം കൈപ്പറ്റിയതെന്ന് കുഴൽനാടൻ ചോദിക്കുന്നുണ്ട്.
കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. വീണ ബാങ്ക് മുഖാന്തരമാണ് പണം വാങ്ങിയത്. നിയമപരമായി കിട്ടിയതെന്ന പേരിൽ വെളുപ്പിക്കാനാണ് ശ്രമിച്ചത്. ഒരു പ്രയോജനവുമില്ലാതെ ആരെങ്കിലും കോടികൾ കൊടുക്കുമോ? യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്. CMRL കമ്പനിക്ക് കരിമണൽ എടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായിയാണ്. ഭൂപരിധി നിയമപ്രകാരം തിരിച്ചു പിടിക്കേണ്ട ഭൂമിക്ക് ഇളവ് നൽകി, 60 ഏക്കറിലധികം ഭൂമിക്ക് റവന്യൂ ഇളവ് നൽകി. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തത് ആർക്കു വേണ്ടിയാണ്? എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് പിണറായിയാണ്. അദ്ദേഹത്തിന്റെ മകൾക്കാണ് കോടിക്കണക്കിന് രൂപ കമ്പനി കൊടുത്തതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ED റെയ്ഡ് നടത്തേണ്ടിയിരുന്നത് AKG സെന്ററിലാണെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. കമ്പനി ഡയറക്ടർ വീണയാണ്. അവർ നൽകിയ വിലാസം AKG സെന്ററിൻ്റെതാണ്. എന്തിന് ഈ വിലാസം വീണ നൽകിയെന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റും കേരളത്തിലില്ല. ED വാഹനം തകർക്കുന്ന സഖാക്കൾ യഥാർത്ഥത്തിൽ CPMനെയാണ് തകർക്കുന്നത്. ഇതിലും വലിയ പതനം പാർട്ടിക്കുണ്ടാകും. മകൾ ചെയ്ത കാര്യങ്ങളുടെ ആഴവും പരപ്പും പിണറായിക്കറിയാം. അതിനാലാണ് എന്നെ പിണറായി വേട്ടയാടിയത്. CMRLന് വഴിവിട്ട സഹായം ചെയ്തതിൽ പിണറായിക്ക് പങ്കുണ്ട്. CBI വന്നാൽ പിണറായി പ്രതിയാകുമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. എന്തായാലും അടപടലം ഒരു പ്രതിരോധത്തിലേക്ക് പിണറായി വിജയനും മകളും വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം മനസ്സിലാകുന്നത്.